അടൂർ പട്ടാഴിമുക്കിൽ അധ്യാപകയുടെയും സുഹൃത്തിന്റെയും മരണത്തിനിടയാക്കിയ അപകടമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കേസിലെ ദുരൂഹത ഇപ്പോഴും നീങ്ങിയിട്ടില്ല. മരിച്ച അനുജയുടെയും ഹാഷിമിന്റെയും ഫോൺ കോൾ ലിസ്റ്റുകൾ, സമൂഹ മാധ്യമ ഇടപെടലുകൾ എന്നിവ ഇഷ്ടപരിധിയിലുണ്ട്. അനുജയും ഹാഷിമും ഒരു വർഷത്തിലായി അധികമായ അടുപ്പത്തിലായിരുന്നുവെന്നും സൗഹൃദത്തെ ഉലച്ച കാരണം എന്താണെന്ന് പരിശോധിക്കുകയാണെന്നും പോലീസ് പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്തും ശശിനാരായണനും ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, ഈ അധ്യാപകയുടെയും സുഹൃത്തിന്റെയും മരണം നടന്നിട്ട് ഒരു ദിവസം പിന്നിടുന്നു. ഇതുവരെയും ഈ സംഭവത്തിൽ, ഈ മരണത്തില് ദുരൂഹത പൂർണ്ണമായി നീങ്ങിയിട്ടില്ല. രണ്ടുപേരും ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരു തീരുമാനമെടുക്കുകയായിരുന്നോ, അതോ അനുജയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം, പിന്നീട് സ്വയം ജീവനെടുക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഹാഷിമിന്റേത് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. മാത്രമല്ല, അതോടൊപ്പം ഇരുവരും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷത്തിലായി അധികമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവരുടെ ബന്ധത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. നിലവിൽ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത്? പോലീസ് ഒരു അന്തിമമായ വ്യക്തത ഇനിയും വരുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പോലീസ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുവരുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉൾപ്പെടെ വാട്സപ്പ് ചാറ്റുകൾ അടക്കം പരിശോധിച്ച് അതിന്റെ കൃത്യമായ വിവരം, കാരണം രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് തന്നെ അവരുടെ ഒന്നും മൊഴിയെടുക്കാനാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ വീട്ടുകാർക്കും കാര്യമായ യാതൊന്നും അറിയില്ല. അന്നുണ്ടായ ഒരു സംഭവം, ഈ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് മടങ്ങി വരുന്ന വഴി ഈ വാഹനത്തിന് കുറുകെ വെച്ച ശേഷം ഈ അനുജയെ വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ചില കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരിൽ നിന്നും അറിയാൻ സാധിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധിച്ചാണ് കൊണ്ടുപോയത് എന്നും പറയുന്നു. അതായത് അനുജയ്ക്ക് ഈ ഹാഷിമിനൊപ്പം പോവാൻ താല്പര്യമില്ലായിരുന്നു എന്നതുവരെ വ്യക്തമാണ്. എന്തായാലും ഈ അധ്യാപകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി തുടരന്വേഷണത്തിനാണ് ശ്രമിക്കുന്നത്. അവിടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരം ഡിജിറ്റൽ തെളിവുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാഥമികമായുള്ള അനുജയെ നിർബന്ധിച്ച് കൊണ്ടുപോയി, പിന്നെ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്നു. അതിനിടയിൽ വാഹനത്തിലേക്ക് ഇടിച്ചു കയറ്റി രണ്ടുപേരും ഒരുമിച്ച് മരിക്കുന്ന നിലയിലേക്ക് ഒരു കൊലപാതകത്തിലേക്ക് കൂടി, അതായത് അനുജയെ കൂടി കൊന്ന് ഇല്ലാതാകുന്നു ഹാഷിം എന്നത് വേണം ഇപ്പോൾ പ്രാഥമികമായുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിലെല്ലാം ഒരു അന്തിമമായ വ്യക്തത വരണമെങ്കിൽ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ അടക്കം ഇവരുടെ സംഭാഷണങ്ങൾ അടക്കം വ്യക്തമാകേണ്ടതുണ്ട്. ഈ വിളിച്ചു പോയതിനു ശേഷം ഈ അധ്യാപകൻ അതിനുശേഷം ഈ ഫോണിലേക്ക്, അനുജയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അനുജ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. മരിക്കാൻ പോകുന്നു തങ്ങൾ എന്നൊക്കെ പറഞ്ഞതായി പറയുന്നുണ്ട്. അതൊരു പക്ഷേ ഹാഷിം അറിയിച്ച ശേഷമാണോ ഇങ്ങനൊരു സംഭാഷണം ഉണ്ടായതെന്ന് ഇനിയും വ്യക്തമല്ല. എന്തായാലും വിഷ്ണു എന്ന പേരിലാണ് ഹാഷിം, അതായത് ഒരാൾ കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് അധ്യാപകർ പറയുന്നത്. തൻ്റെ ബന്ധുവായിരുന്നു ഈ കൂട്ടിക്കൊണ്ടുപോയ ആൾ എന്നും അനുജ തന്നെ ഈ അധ്യാപകരോട്, കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരോട് പറഞ്ഞതായുള്ള വിവരവും വരുന്നുണ്ട്. അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അനുജയെ കൊന്ന ശേഷം സ്വയം മരിക്കുക, അതായത് രണ്ടുപേരും ഒരുമിച്ച് മരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിനിടയാക്കിയ കാരണം എന്താണ്, ഇവർക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് എന്താണ് എന്നതടക്കം പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും കരുതിക്കൂട്ടിയുള്ള, അതായത് ഇങ്ങനെ ചില പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സ്വയം തീരുക എന്ന നിലയിലേക്ക് ഹാഷിം എത്താനുണ്ടായ പ്രകോപനം എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്.